മലമ്പുഴ ഡാമിൻ്റെയും മലമ്പുഴ ഗാർഡൻ്റെയും സന്ദർശനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മലമ്പുഴയിലെത്തിയത്. മലമ്പുഴയിലെത്തി വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം എല്ലാവരുമൊത്ത് ഒരു ഫോട്ടോ എടുക്കുവാൻ തീരുമാനിച്ചു. മലമ്പുഴ ഗാർഡനിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന ഫീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഫീസ് കൗണ്ടറിലടച്ച് രസീത് വാങ്ങി ഗാർഡനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പ്രവേശന കവാടവും കടന്ന് ഗാർഡനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വളരെ മനോഹരമായി തയ്യാറാക്കിയ ഗാർഡനാണ് ഇവിടെയുള്ളത്. ഗാർഡനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പൂന്തോട്ടങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാനാവും. ഏതൊരാളെയും ആകർഷിക്കുന്ന വിധം വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ പ്രഥമ സ്ഥാനം ഒരുപക്ഷെ മലമ്പുഴ ഗാർഡന് ഉണ്ടാവും. നിരവധി സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഗാർഡൻ. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ മൈസൂർ വൃന്ദാവൻ ഗാർഡനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. മൈസൂർ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിക്ക് കുറുകെയുള്ള കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് സമീപമായിട്ടാണെങ്കിൽ ഇവിടെ മലമ്പുഴ നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാർഡൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പാലക്കാടിന് സമീപം മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് തന്നെയാണ് മലമ്പുഴ ഗാർഡനും സ്ഥിതി ചെയ്യുന്നത്. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1919 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഡാം സന്ദർശിക്കുന്ന സമയത്ത് ഡാമിൽ നിറയെ വെള്ളമുണ്ടായിരുന്ന സമയമായിരുന്നു. അതിനാൽ അല്പാൽപമായി വെള്ളം തുറന്നു വിട്ടുകൊണ്ടേയിരുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മലമ്പുഴയിലെത്തുന്ന സന്ദർശകർക്ക് ബോട്ടിംഗ് നടത്താൻ ആവശ്യമായ സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലമ്പുഴയുടെ പ്രത്യേകതയായി കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പി നിർമ്മിച്ചിരിക്കുന്ന യക്ഷി എന്ന ഒരു കഥാപാത്രം മലമ്പുഴയുടെ ഒരു പ്രത്യേകതയാണ്. നദിക്ക് കുറുകയായും സ്പിൽവേക്ക് തൊട്ടു മുമ്പിലുമായി ഒരു തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുവഴി സന്ദർശകർക്ക് അക്കരെ ഇക്കരെ സന്ദർശിക്കാൻ സാധിക്കും. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുൻപ് പുൻപാറ, ചോവുങ്കാട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികപ്പള്ളം, കാരക്കാട്, തൂവള്ളം, വാരാനി, അക്കരക്കാട്, കടുക്കാംകുന്നം, ആനിക്കുഴിക്കാട്, തമ്പുരാട്ടിപ്പോട്ട, ആനമുക്കര, പാണ്ടിപ്പേട്ട,
തെക്കുംപാടം, കൊശവനടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നടന്നു കയറി വേണം ഡാമിൻ്റെ മുകളിലെത്താൻ. ഡാമിന് മുകളിൽ നിന്നും ചുറ്റുമുള്ള കാഴ്ചകൾ മനോഹരമാണ്. പ്രത്യേകിച്ച് ഗാർഡനിലേക്കുള്ള വ്യൂസ് വളരെ മനോഹരമാണ്. ധാരാളം പേരാണ് ഇന്ന് മലമ്പുഴ ഡാം സന്ദർശിച്ചത്. ഡാമിൻ്റെ മുകൾ ഭാഗം സന്ദർശിച്ച ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന മലമ്പുഴ ഗാർഡൻ്റെ സമീപത്തായി തന്നെ കുട്ടികളുടെ പാർക്കും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി ലൈറ്റുകളെല്ലാം ഓണാക്കുന്നതോടുകൂടി ഗാർഡൻ്റെ സൗന്ദര്യം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. മുമ്പ് ഇവിടെ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി തന്നെ ധാരാളം സന്ദർശകർ എത്താറുണ്ടായിരുന്നു. ഗാർഡൻ മുഴുവൻ ചുറ്റിക്കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു ആകാശ കാഴ്ചയായി റോപ്പ് വേ സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ഇവിടെയുള്ള റോപ്പ് വേ സംവിധാനം ഉപയോഗിച്ചാൽ ആകാശക്കാഴ്ചയായി ഗാർഡൻ്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും മലമ്പുഴ ഡാമും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു ക്യാബിനിൽ 2 പേർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളും റോപ്പ് വേ ഒന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. റോപ്പ് വേയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ മനോഹരമായ ദൃശ്യ വിരുന്നുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി ഗാർഡൻ സന്ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് കടന്നു. നിരവധി സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനായ മലമ്പുഴ ഉദ്യാനത്തിൽ ഇന്നും നിരവധി സന്ദർശകർ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.